ചാർജർ. ഇതെന്തോ പൈസ ഇവിടെ കിടക്കുന്നത്? മറന്നങ്ങാണ്ട് ഇട്ടാന്ന് തോന്നുന്നു. കൊടുത്തേക്കാം. അരിയണ്ണോ, എന്താ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇത് കണ്ടോ, സെറ്റിയാൽ ഇരുന്ന 100 രൂപ. എന്നാ 100 രൂപ. അത് അവിടെ ഇരുന്നില്ലേ? ഇതിരിക്കട്ടെ. ഇതെന്തോ 200 രൂപ? നീ അടിച്ചു മാറ്റിയില്ലല്ലോ, അതുകൊണ്ട് അതിരിക്കട്ടെ. താങ്ക് യു. ഇനി എടുത്തുതരാം കേട്ടോ. അടിപൊളി പരിപാടിയാ. ഷെടാ, ഇതിപ്പോ എവിടെ നോക്കിയാലും പൈസ വെച്ചേക്കുമല്ലോ. എന്നെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് കൊണ്ട് വെച്ചേക്കുമായിരിക്കും. കൊണ്ട് കൊടുത്തേക്കാം. ഒരു 200 രൂപയുടെ കിട്ടിയാലോ? എന്താ ഇതാണ്ടേ, ടിവിയുടെ റിമോട്ട് ഇരുന്നതാണ് ഒരു 200 രൂപയെ. 200 രൂപ. ഒരു കാര്യം ചെയ്യും, നീ എന്നെ എടുത്തു. പിന്നെ എൻ്റെ പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, അതിനകത്തുനിന്ന് ഒരു 200 രൂപയുടെ എടുത്തു. നിന്റെ സത്യസന്ധതയ്ക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റാ. ചേടാ, ഈ 100, 200 ഒക്കെ ഇരിക്കുന്നിടത്തും എല്ലാം 500 ഒക്കെ ആയിരുന്നെങ്കിലോ 1000 രൂപ കിട്ടിയേനെ. കിട്ടുമായിരിക്കും. എന്താണേലും 200ൻ്റെ അടുത്ത് 400ആയി. 100 കിട്ടിയപ്പോൾ 200ആയി. 500 ആണെങ്കിൽ 1000, 1000 ആണെങ്കിൽ 2000. എനിക്ക് വയ്യ, ഞാൻ കോടീശ്വരിയാവും. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെക്കുന്നതായത് എവിടെ എങ്ങും വെച്ചിട്ടില്ല, ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. ഒരു 1000 രൂപയുടെ ആവശ്യമുണ്ടല്ലോ. കൊറിയറുകാരൻ ഇപ്പോൾ വരുകയും ചെയ്യുമല്ലോ. ഏത് സമയത്താണോ സാരി ഓർഡർ ചെയ്യാൻ തോന്നിയത്? ഉണ്ട്. ഈ 500 രൂപ വെച്ച് 1000 രൂപയാക്കുന്ന വിദ്യ എനിക്കറിയാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ പൈസ ഇങ്ങനെ അവിടെ എവിടെയെല്ലാം മറന്നു വെക്കരുതെന്ന്. ഇതിപ്പോൾ ആ ടേബിളിൻ്റെ മുകളിലിരുന്ന പൈസ 500 രൂപ. ഞാൻ ആയതുകൊണ്ട് എപ്പോഴും എടുത്തുകൊണ്ട് തരുന്നു കേട്ടോ. അതിന്റെ പുറത്ത് വെച്ചിരുന്നത്. അയ്യോ, എണ്ണ അടിക്കാൻ വേണ്ടിയായി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ അതിന്റെ പുറത്ത് വെച്ച്. അയ്യോ, അങ്ങനല്ലല്ലോ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. എങ്ങനല്ലെന്ന്? ഇങ്ങനാണത്, ഇങ്ങനാ. ഞാൻ അവിടെ വെച്ചേ, അത് അങ്ങനെ തന്നെ. ഒന്നുകൂടെ ആലോചിച്ച്, ഇങ്ങനെ അല്ലല്ലോ. 500 രൂപയുടെ പോയി, അതും പോയി. പൈസ കയ്യിലില്ലാതെ എന്തായാലും കൊടുത്തുള്ളത് ഉണ്ടായിരുന്ന 500ഉം പോയി. ആവശ്യമില്ലായിരുന്നു. ഇനി 1000 ഒപ്പിക്കണമല്ലോ എൻ്റെ ദൈവമേ. എന്റെ സാരി.